ഹലോ, നമസ്കാരം. വളരെ ഖേദമുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് അസ്ലുവിൻ്റെ നിര്യാണ വാർത്ത വളരെ വൈകിയാണ് അറിഞ്ഞത്. ഞങ്ങൾ ആലപ്പാട് പോയിരിക്കുകയായിരുന്നു ഷൈലയുടെ വീട്ടിൽ. ഞാനും ജെന്നിയും ഷൈലയും മോളും. അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധം, ഫോൺ വണ്ടിയിൽ വെച്ചു. 10 മണി വരെ ആ വീട്ടിലുണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് രാത്രി 10 മണി ഇറങ്ങി കാറിൽ എത്തിയപ്പോഴാണ് ഒരു കൃഷ്ണകുമാറിൻ്റെ മിസ്ഡ് കോൾ കാണുന്നു. ഞാൻ കരുതി ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന കൃഷ്ണകുമാറിനെ ശല്യം ചെയ്യേണ്ട, രാവിലെ വിളിക്കാം, വിഷയം എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ യാത്ര തളിക്കുളത്ത് എത്തിയപ്പോൾ ഇർഷാദിൻ്റെ ഒരു ഫോൺ കോൾ. ഇർഷാദ് കെ ചേറ്റുവ, അദ്ദേഹം വിളിച്ച് നമ്മുടെ അസലൊക്കെ മരിച്ചു, ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്, തമ്പിയേട്ടനെ മാത്രം കണ്ടില്ല. അപ്പോൾ അറിഞ്ഞിരിക്കില്ല എന്ന് കരുതിയാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. ആൾ പറഞ്ഞു പെട്ടെന്ന് വരാൻ നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ്, ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പരിസരത്തെത്തി. അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പള്ളിയിലേക്ക് എടുത്തു. പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെ അപ്പുറത്ത് ഹരീഷ് ബാബുവും KPR പ്രദീപ് എല്ലാം ഉണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നപ്പോഴാണ് ഞാൻ പഴയ ഓർമ്മ, അസ്ലുവിനെ ആദ്യം കണ്ടത് എന്നാണ്. അങ്ങനെ ഓരോന്നായി ഓർത്തെടുക്കുകയായിരുന്നു. അസ്ലുവിനെ കാണുന്നത് ചന്തപ്പടിയിലുള്ള രചന സ്റ്റുഡിയോയിൽ വെച്ചാണ്. എന്തോ ആവശ്യത്തിന് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടെ സന്ദർശക ഇരിക്കുന്ന ഇടത്തിൽ ഒരു യുവാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ട ഉടനെ അദ്ദേഹം പുഞ്ചിരിച്ചു. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യൻ, അതീവ കോമളനായ മനുഷ്യൻ, ഒരു കൊച്ചു താടിയുണ്ട്, അതിമനോഹരമായ പുഞ്ചിരി. ഞാൻ സ്റ്റുഡിയോക്കാരനെ സംസാരിച്ച് കഴിഞ്ഞു. ഇദ്ദേഹത്തിനോട് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. ആൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തമ്പിയണ്ണ എനിക്കറിയാം. അപ്പോൾ എനിക്ക് കൂടുതൽ ആകാംക്ഷയായി, ആരാണ്? അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഇതാണ് അഫ്രുവിൻ്റെ അനുജനാണ്. അപ്പോൾ അഫ്രു എൻ്റെ ജൂനിയറായി പഠിച്ചിരുന്ന നല്ല മിടുക്കനായ ഉത്സാഹിയായ ഒരു കുട്ടിയായിരുന്നു. ഇദ്ദേഹത്തിലും ആ പ്രസരിപ്പെല്ലാം ഉണ്ട്, നല്ല പ്രസരിപ്പുള്ള മുഖം, നല്ല വിനയത്തോടുള്ള പെരുമാറും, വളരെ ആകർഷണീയമായിരുന്നു. പിന്നീട് ഞങ്ങൾ കാണുവാനിടയായത് ചേറ്റുവയിലെ അപ്രോച്ച് റോഡിൻ്റെ, പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കലുണ്ടായി 3 വീട്ടുകാരെ. ആ ഒഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് പിന്നീട് ബന്ധപ്പെടുന്നത്. ആ കൂട്ടത്തിൽ അസ്ലുണ്ടായിരുന്നു, സേതുമൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷർഫു, നജീബ്, ഗഫൂർ, ജയൻ, ജ്ഞാനപ്രകാശ്, പിന്നെ ആ വീട്ടുകാർ, അങ്ങനെ ഒട്ടനവധി പേരുണ്ടായിരുന്നു. ആളുടെ മുഴുവൻ പേരൊന്നും ഓർക്കുന്നില്ല. ആ വീട്ടുകാരും സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവം കലക്ടർ അവർക്ക് ഭൂമി അനുവദിച്ചു. റവന്യൂവിൻ്റെ കുറച്ച് സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ 3 വീടുകൾ വെച്ചുകൊള്ളാൻ അനുവാദം തന്നു. അത് പ്രകാരം ഞങ്ങൾ വീട് വെച്ച് കെട്ടുവാൻ ആരംഭിച്ചപ്പോൾ ഒരു ജോലിക്കാരനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ശ്രമദാനമായിരുന്നു. ആ ശ്രമദാനത്തിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുന്നത്. അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി അസ്ലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷർഫുണ്ടായിരുന്നു, നജീബ് ഉണ്ടായിരുന്നു, ഗഫൂർ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ജ്ഞാനപ്രകാശനൊപ്പം തന്നെ ഉണ്ടായിരുന്നു, ജയനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വീട് കെട്ടലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഈ യുവാക്കളെല്ലാം കൂടി ഞങ്ങളുടെ വീട്ടിൽ വരികയുണ്ടായി. അവിടെ ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഇതാണ് ചോദിക്കുന്നത് തമ്പിയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയണം. അപ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥമുള്ളൊരു അന്തരീക്ഷമായിരുന്നു. കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വലിയൊരു സ്തംഭനം നേരിട്ട സമയം. കാരണം ഒരു 2 ലൈൻ സമരം, അതിൻ്റെ
ശുഭമായിട്ടുള്ളൊരു പര്യവസാനം ആയിരിക്കില്ല എന്ന് തോന്നിയ ദിവസങ്ങളായിരുന്നു. വളരെ ദുഃഖമുണ്ടായിരുന്നു. അത്രമാത്രം ആത്മാർത്ഥമായി ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്തിരുന്ന ഒരു ദീർഘകാലഘട്ടമുണ്ടായിരുന്നു. അത് വളരെ ക്ഷതമേൽപ്പിച്ച ചില ദിവസങ്ങളായിരുന്നു ആ സമയം. ഞാൻ അവരോട് പറഞ്ഞു, സത്യം തുറന്നു പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് ഒരു നിലയ്ക്കും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഞാൻ ഇതിനെ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല, അവർ നിർബന്ധം പറഞ്ഞു, ഞങ്ങൾക്ക് പരിചയപ്പെടണം. അങ്ങനെ പ്രാദേശിക ലീഡേഴ്സും അതുപോലെ തന്നെ ജില്ലാ ലീഡേഴ്സും അതുപോലെ സംസ്ഥാന ലീഡർമാരും അഖിലേന്ത്യാ ലീഡർ അടക്കം പരിചയപ്പെടുത്തി. കാരണം ഒരു ആവശ്യമായിരുന്നു അത്. എനിക്കാണെങ്കിൽ ഈ കാലഘട്ടം ഇവർ പിന്നെ ഇടയ്ക്കിടെ വീട്ടിൽ വരുവാൻ തുടങ്ങിയപ്പോൾ വളരെ പ്രസരിപ്പുള്ള, നല്ല ആത്മാർത്ഥമുള്ള, നല്ല എന്താണ് പറയുക, വിനയമുള്ള, മാന്യതയുള്ള ചെറുപ്പക്കാർ. അത് വലിയ എൻ്റെ വീട്ടുകാർക്കെല്ലാം ഒരു താല്പര്യമായിരുന്നു. അമ്മയ്ക്കായാലും സഹോദരിക്കായാലും ഷൈലയ്ക്കായാലും എല്ലാവർക്കും വളരെ താല്പര്യമുള്ള യുവാക്കളായിരുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ തന്നെ വാടാൻപുള്ളി കേന്ദ്രീകരിച്ച് നല്ലൊരു സാംസ്കാരിക മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ഇടയ്ക്കിലത് സൂചിപ്പിക്കുകയുണ്ടായി. രമേഷും ഗഫൂറും നടത്തിയിരുന്ന ഒരു ആരോഗ്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സ്ഥാപനം, അതിനെ കേന്ദ്രീകരിച്ചാണ്. അവിടെയായിരുന്നു താവളം. അതിൽ എല്ലാവരും ബത്തുമായിരുന്നു. സച്ചിദാനന്ദ മാഷത്തും അതുപോലെ തന്നെ എം സോമശേഖരൻ, പ്രേംപ്രസാദത്തും, കെ ഗിരീഷ്, ഏകണ്ടൂർ ചന്ദ്രശേഖരൻ, ടി കെ മുകുന്ദൻ, അതുപോലെ തന്നെ തിലകൻ ഉണ്ടാവാറുണ്ട്. പ്രേംപ്രസാദ് സ്ഥിരമായി അവിടെ എത്താറുള്ള ആളാണ്. അതുപോലെ തന്നെ സുർജിത്ത്, സിനിമാ മേഖലയിലുള്ള സുർജിത്ത്, അതുപോലെ തന്നെ ജോയ് മാത്യു കോഴിക്കോട് നിന്ന് വരും. സിനിമാ മേഖലയിൽ വലിയ ഉയരങ്ങളിൽ എത്തിയ വ്യക്തിയാണ്. അദ്ദേഹവും അവിടെ എത്തും. അങ്ങനെ ആ വർഷം 1986 ഈ സംഭവം. ഈ കാലഘട്ടത്തിൽ ഈ യുവാക്കൾ പിന്നീട് വാടാനപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള ആ അവരുമായി സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെ അതാത് സമയത്തുള്ള ഓരോ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളായി മാറുകയായിരുന്നു. ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി അധികം വൈകാതെ തന്നെ ഉദ്ദേശിച്ചത് തന്നെ സംഭവിച്ചു. പാർട്ടി പിളരുകയാണ് ഉണ്ടായത്. ഒരിക്കലും അതിൻ്റെ അകത്ത് തന്നെ ഞാൻ അന്നത്തെ അടിസ്ഥാന രേഖകളെല്ലാം പരിശോധിച്ചു. ഇത്തരമൊരു സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പിളരുകയാണോ? അല്ല. അതിൽ കൃത്യമായിട്ട് ആ 2 ലൈൻ സമരം വികസിച്ചു വരുമ്പോൾ ഭൂരിപക്ഷ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും അത് അതിൻ്റെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റേതെടുത്ത് പ്രയോഗിക്കാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അതൊരു തെറ്റായ ഒരു തീരുമാനമായി, സംഭവമായി ബോധ്യപ്പെടുകയും നമ്മുടെ പാർട്ടിക്കാരുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെ പാർട്ടിയുമായുള്ള സഹകരണം അതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചു. കാരണം അത്രമാത്രം നമ്മൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പിന്നെ അസലുവാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് കത്തെഴുതുമായിരുന്നു ഇവിടുത്തെ സംഭവങ്ങൾ. അതിലേറ്റവും പ്രധാനമായി ചേറ്റുവായിലെ പാലത്തിൻ്റെ ഉദ്ഘാടനവുമായി ഉണ്ടായ ചില സംഭവങ്ങൾ, അതുപോലെ തന്നെ പി ആൻ്റണിയുടെ നാടക നിരോധനം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില മൂവ്മെൻറ്റ്, ഇതെല്ലാം അദ്ദേഹം എഴുതി അറിയിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 1990 ഒരു ആരോഗ്യ വിഷയവുമായി നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്ന് സൂക്ഷ്മ പരിശോധനയെല്ലാം നടത്തി അങ്ങനെ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ് നിശ്ചയിച്ചത്. ഒരു സ്പൈനൽ ഓപ്പറേഷനാണ്. അതൊരു 50% അതിൻ്റെ വിജയം കാണും. അതേസമയം തന്നെ ഒരു 30% പുതിയ ഡാമേജ് ഉണ്ടാവും. ഇതെല്ലാം കേട്ടപ്പോൾ വലിയ ആശയക്കുഴപ്പമായി. കാരണം മാത്രമല്ല, അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മാക്സിമം 2 വർഷമേ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. ജെന്നിക്കാണെങ്കിൽ അന്ന് 3 വയസ്സ്. വളരെ ദുഃഖം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഏതായാലും
മരണ നാളുകൾ അടുത്തു വരികയല്ലേ. ഞാൻ ഓർത്തു, ഞാൻ മരിച്ചാൽ ചേറ്റുവായിൽ എനിക്ക് ആരാണുള്ളത്? ഓർമ്മയിൽ വന്ന 2 മുഖങ്ങൾ, അസ്ലുവും ഷർഫും. അപ്പോഴേക്കും ജെന്നിക്കാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരായിരുന്നു, ഷർഫ് മാമൻ, അസ്ലു മാമൻ. അവരുണ്ട്. അവർക്ക് ജെന്നിക്ക് മാമനായി അവരുണ്ടാകും. എൻ്റെ ഷൈലയ്ക്ക് സഹോദരങ്ങളായി ഈ 2 പേർ തന്നെയായാലും ഉണ്ടാകും. വലിയൊരു ആശ്വാസമായിരുന്നു അത്. കാലങ്ങൾ കടന്നുപോയി. ഷർഫു ഇടയ്ക്ക് വരും. തമ്പിട്ടാ, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഷർഫിൻ്റെ നാളെ എന്ന് പറഞ്ഞാൽ 2 മാസമെങ്കിലും കഴിയും. വന്നു കഴിഞ്ഞാൽ ആകെ കോലാഹലമാണ്. കാരണം ഷർഫ് മാമൻ വരുന്ന അറിഞ്ഞാൽ ജെന്നി മറ്റേ ലൈറ്ററും തീപ്പെട്ടി എല്ലാം എടുത്ത് ഒളിച്ചു വയ്ക്കും. കാരണം ആൾ വന്നാൽ സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അതുപോലെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് ജെന്നി. അതുകൊണ്ട് തന്നെ ഷർഫ് മാമൻ ജീവനോടെ ഇരിക്കണം. ഷർഫ് വലിയ കോലാഹലം ഉണ്ടാക്കും. അടുപ്പിൻ്റെ അടുത്ത് വരും. അതുപോലെ ഒരു സിഗരറ്റെങ്കിലും കുറച്ച് വലിച്ചെങ്കിൽ എന്നായിരിക്കും അവൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഷർഫുവിൻ്റെ അന്ത്യം ശ്വാസകോശത്തെ ദോഷമായി ബാധിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പുകവലിയതിൻ്റെ ഒരു സാധ്യത സൃഷ്ടിച്ചിട്ടുണ്ട്. ഷർഫ് നഷ്ടപ്പെട്ടപ്പോഴും അസ്ലു ഉണ്ടല്ലോ, വലിയൊരു ആശ്വാസമായിരുന്നു. അസ്ലു ഒരിക്കൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ, 90-ൽ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അസ്ലു വളരെ സജീവമായി ഇതിൽ പോകുന്നു കണ്ടപ്പോൾ എനിക്ക് ഖേദം തോന്നി. കാരണം ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് സാധ്യതകളുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഞാൻ അസ്ലുവിനോട് ചോദിച്ചു, അസ്ലു, അസ്ലു ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാനൊരു കാരണമായി മാറിയിട്ടില്ലേ? എനിക്കതിൽ ഖേദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അസ്ലുവിൻ്റെ മറുപടി വളരെ വ്യക്തമായി പറയുകയുണ്ടായി. എനിക്ക് ഇതിൻ്റെ ഭാഗമായി നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എപ്പോൾ വേണമെങ്കിലും എനിക്കിഷ്ടമുള്ള മേഖലയിലേക്ക് പോകാം. എനിക്ക് നാളെ മുതൽ പള്ളിയിൽ പോകണമെന്ന് തോന്നുന്നു, പോകാമല്ലോ. തമ്പിയേട്ടൻ അതിൻ്റെ ഒരു കാരണക്കാരനേ അല്ല. അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയോ വേണ്ട. എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് മാറാം. ആരും ഒരു നിർബന്ധവുമില്ല. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ അസ്ലു അത് തുടരുക തന്നെയാണ് ചെയ്തത്. ഞാൻ അതിനൊരു കുറ്റം പറയില്ല. അതിൻ്റെ ഭാഗമായി നല്ല മനുഷ്യർ തന്നെയാണ് അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അസ്ലുവിൻ്റെ വേറെ വ്യക്തി ജീവിതത്തിൽ ജീവനങ്ങളൊന്നും ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അസ്ലും ഇതുപോലെ തന്നെ പറയും, തമ്പേട്ടാ ഞാൻ വരുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ അസ്ലു വരാറില്ല. എപ്പോൾ കണ്ടാലും ഈ ഒരു സംസാരിക്കാനുള്ള താല്പര്യം, എന്തൊക്കെയോ പറയുവാനുള്ള താല്പര്യം അസ്ലുവിനുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അത് ഇല്ലാതെ പോയതെന്ന് എനിക്കറിയില്ല. എപ്പോഴും നല്ലൊരു സ്നേഹം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇവരോട് പ്രത്യേകം ഉണ്ടായിരുന്നു. ഒരിക്കൽ ജെന്നി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് വരികയായിരുന്നു. ഗുരുവായൂർ ചെമ്പൈ സംഗീത അക്കാദമിയിൽ സംഗീതം പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചേറ്റുവ പാലം കഴിഞ്ഞപ്പോൾ ഒരു വിലാപയാത്ര അതാരംഭിക്കുന്നത് അസ്ലുവിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നായിരുന്നു. ജെന്നി ഇതൊരു അസ്ലു മാമൻ്റെ വീട്ടിൽ ആർക്കും അവരതേന്ന് ഇങ്ങനെ മനസ്സിൽ കരുതി മുന്നോട്ട് പോയി. അങ്ങനെ മഞ്ചൽ പിടിക്കുന്ന എൻ്റെ ഏറ്റവും മുന്നിൽ അസ്ലു തന്നെ. ജെന്നി വീട്ടിൽ വന്നിട്ട് യാതൊരു സമാധാനവുമില്ല. ഞാൻ അന്വേഷിച്ചു ആരാണെന്ന്. അപ്പോൾ അസ്ലുവിൻ്റെ അമ്മാവനാണ് മരിച്ചത്. അത്രയും സ്നേഹവും താല്പര്യവുമായിരുന്നു.
ജെന്നി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നപ്പോൾ ഒരിക്കൽ ഒരടക്ക് ബുക്കാണ് ജെന്നിക്ക് വായിക്കാനായി അസ്ലു എൻ്റെ കയ്യിൽ തന്നത്. അതെല്ലാം വലിയ താല്പര്യത്തോടു കൂടി തന്നെ ജെന്നി വായിച്ചു തീർത്തു. നല്ലൊരു ബന്ധം ഈ അസ്ലുവും ഷർഫുമായി നിലനിന്നിരുന്നു. ആ വ്യക്തിയാണ് ഈ വേർപെട്ടത്. ഞങ്ങൾ കേട്ട ഉടനെ തന്നെ പറഞ്ഞല്ലോ, നേരെ അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. കാണുവാനുള്ള അവസരമുണ്ടായില്ല. ആളെ ആക്സിഡൻ്റ് ആയതിന് ശേഷം ഒരിക്കൽ കണ്ടപ്പോഴാണ് വളരെ ക്ഷീണിതനായിരുന്നു. വളരെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രതാപ കാലം ഓർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നിയ ദിവസമായിരുന്നു ആ ആക്സിഡൻ്റായി ഇരിക്കുന്ന സമയത്ത്. എന്തുമെല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലോ, ആരെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാമായി മാറുക എന്നുള്ളത്. പ്രകൃതിക്കൊരു നിയമമുണ്ടല്ലോ, അതുതന്നെയല്ലേ സംഭവിക്കുകയുള്ളൂ. ഈ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ആത്മമിത്രം അസ്ലുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.